ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ രാവിലെ തന്നെ എനിക്ക് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. ഞാൻ കടയിൽ പോകാമെന്നുള്ള രീതിയിലാണ് പെട്ടെന്ന് ഇറങ്ങിയത്. പക്ഷേ ഒരു രക്ഷയും ഇല്ല. വാപ്പ മീനും കൊണ്ട് വന്നിരിക്കുക. ലാസ്റ്റിൽ ഞാൻ എല്ലാം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് എടുത്തിട്ടിട്ട് അങ്ങോട്ട് മീൻ കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ഫുള്ള് വൃത്തിയാക്കി ഫ്രൈ ആക്കിയിട്ടൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. താത്ത വീട്ടിലില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടപ്പാട്. അല്ലെങ്കിൽ ഞാൻ താത്താരെ കൊടുത്തിട്ട് മുങ്ങിയനായിരുന്നു. പക്ഷെ രക്ഷയില്ല ഗൈസ്, എന്തായാലും ഇത് വെച്ചേ പറ്റൂ. ഫ്രൈ ആക്കാമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. നമ്മുടെ മുട്ടുപൂച്ചേരുന്ന വിളിയോട് വിളി. അവനിക്ക് കുറച്ച് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ കൊടുക്കത്തില്ല. അവനിക്ക് ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നെ കയ്യിലിട്ട് മാന്തിക്കളയും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം ദൂരോട്ട് കൊണ്ടിടാമെന്ന്. പക്ഷേ അലിക്കുട്ടി പൂച്ചയാണെങ്കിൽ ചുമ്മാണ്ടങ്ങ് ഇരിക്കുക. അവനിക്കറിയാം എപ്പോഴായാലും കിട്ടുമെന്ന്. നമ്മളെ കൊച്ചു ആവച്ചിയാണെങ്കിൽ ആ മിണ്ടാണ്ടിരിക്കുക. അവനാണ് ഭയങ്കര ഇഷ്ടം, പക്ഷെ അവൻ വിളിക്കത്തൊന്നുമില്ല. ഭയങ്കര രസമാണ്. അവൻ എല്ലാം വെയിറ്റിംഗ് ആണ്, എല്ലാം ക്ഷമയുള്ള കൊച്ചു ചെറുക്കനാ. കണ്ടിച്ചിട്ടും ഇത് മീനൊന്നും തീരണതേ ഇല്ല. കട്ട് ചെയ്ത് ബട്ടായെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാനിതിനെ ഫുള്ള് വൃത്തിയാക്കി ഫ്രൈ ചെയ്തിരിക്കും. കഴിച്ചിട്ടേ പോവുള്ളൂ. എന്തായാലും സമയം താമസിച്ച് കടയിൽ പോവാം. ഇനി എന്തായാലും കഴിച്ചിട്ട് പോകാമെന്നുള്ള തീരുമാനമായി. എല്ലാം റെഡിയാക്കി. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണം. നമുക്ക് കഴുകാം. കൊണ്ടുപോയി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്ന ഇടയിൽ ഒരു പ്രാവശ്യം ഉപ്പിട്ട് കഴുകണം. അപ്പോൾ അതിൻ്റെ വിഴുക്കും അതിൻ്റേതായ എല്ലാ അഴുക്കും ഒക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അത് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല കൂട്ടാണ് വേണ്ടത്. ഇതിന് മസാല ആയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, ഉപ്പും കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നമുക്ക് മറ്റേ അടുത്ത് പെട്ടെന്ന് തോനെ എണ്ണ ചിലവാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊരിക്കണ സമയത്ത് വീത്തുമ്പോൾ ആ എണ്ണ നമുക്ക് കുറച്ച് എന്നിട്ട് നമ്മുടെ മീൻ എടുത്ത് എല്ലാത്തിലും ഫുള്ളായിട്ട് നല്ല തേച്ച് പിടിപ്പിക്കണം. നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് എല്ലാത്തിലും ഇങ്ങനെ അത് ഇടയ്ക്കൊന്നും പിരളാതിരിക്കുക. അതൊക്കെ നമ്മൾ ഒന്ന് നോക്കി തന്നെ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമുക്ക് പൊരിഞ്ഞു വരുമ്പോൾ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വയ്ക്കണം. എങ്കിലേ ഈ അരപ്പെല്ലാം നല്ല വൃത്തിയായിട്ട് ഇതിലോട്ട് പിടിക്കത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കുളമാവും. പിന്നെ നമ്മൾ പൊരിക്കാനായിട്ട് ഒരു സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് ഒഴിച്ചാൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിലോട്ട് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. അടുത്ത് നമുക്ക് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തിളച്ചിട്ടേ ഇടാവൂ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. പിന്നെ നമ്മൾ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്